മഴ തോരും മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വികാരഭരിതനായി നിൽക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഭാഗം തുടങ്ങുന്നത്. വൈജയന്തിയുടെ പേര് കേട്ട ഉടനെ തന്നെ നടുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഭാവമാറ്റം നമ്മുടെ ബാലചന്ദ്രൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പിന്നെ വൈജയന്തിയെ കണ്ടില്ല, അന്വേഷിച്ചില്ല എന്ന് വാതോരാതെ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനാണ്? അവൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നല്ലോ, പക്ഷേ എനിക്ക് അത് വളരെ കഠിനമായിരുന്നു. ഇനിയിപ്പോൾ അതേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ചാപ്റ്റർ അവസാനിച്ചു എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, ആ ചാപ്റ്റർ അവസാനിക്കാനോ, കഥ ഇവിടെയാണ് തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ പുരികം ചുളിച്ച് ബാലചന്ദ്രൻ നോക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അവരുടെ ആരാണ്? എന്തായാലും അടുത്ത ബന്ധുവോ മറ്റോ ആണെന്ന് തോന്നുന്നു. കഥകൾ കൃത്യമായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതേ അടുത്ത ബന്ധു തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ജീവിതം നയിക്കുന്നുണ്ടാവും. എനിക്കും ഒരു കുടുംബജീവിതവും ഭാര്യയും കുട്ടികളും ഒക്കെ ആയല്ലോ, അതുപോലെ അവൾക്കും ഉണ്ടായി കാണും അങ്ങനെ ഒരു ബന്ധവും കുട്ടികളും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അവൾക്കും കുട്ടികളും ഭർത്താവും ഒക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ, വിഡ്ഢിയായിട്ടുള്ളൊരു ഭർത്താവിനെ ആയിരിക്കും ഭർത്താവായിരിക്കും വൈജയന്തിയെ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താ അവരെ വിഡ്ഢി എന്ന് പറയുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, പിന്നെ വിഡ്ഢിയല്ലാണ്ട് എന്നെ പോലെ അവൾ സ്നേഹിച്ച അത്രയും ആരെയും സ്നേഹിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. അത്രയ്ക്കും ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ സ്റ്റാൻലി തുറന്നു പറയുകയാണ്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, വിഡ്ഢിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്, പമ്പര വിഡ്ഢി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി തുറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ വിഡ്ഢിയായിട്ടുള്ള ഭർത്താവാണടോ താൻ പറഞ്ഞ ആ ഒരു വിഡ്ഢിയായിട്ടുള്ള പമ്പര വിഡ്ഢിയായിട്ടുള്ള ആ ഒരു വ്യക്തിയാണടോ ഞാൻ. അതെ, കൈതക്കൽ ബാലചന്ദ്ര മേനോൻ, വൈജയന്തിയുടെ ഭർത്താവ് ഞാനാണ്. അതങ്ങ് വെട്ടി തുറന്ന് പറയുമ്പോൾ ആകെ ഷോക്കേറ്റ പോലെ കണ്ണുകൾ തുറിച്ച് നോക്കിക്കൊണ്ട് സ്റ്റാൻലി നിൽക്കുകയാണ്. കയ്യിലുള്ള മദ്യത്തിൻ്റെ ഗ്ലാസ് പതുക്കെ ടേബിളിലോട്ട് വെച്ചിട്ട് അതിന്മേൽ അമർത്തി രോഷമൊക്കെ ആ ഗ്ലാസ്സിന്മേൽ അടക്കി പിടിക്കുകയാണ്. അങ്ങനെ പിന്നീട് ആ ഒരു മദ്യത്തിൻ്റെ ഗ്ലാസ് എടുത്ത് മദ്യം മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ കുടിച്ചിട്ട് എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്നിട്ടും ബാലചന്ദ്രൻ നിർത്തിയില്ല. ഞാനൊരു പമ്പരവിഡ്ഢിയായ ഭർത്താവ് തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും എളുപ്പം എന്നെ പറ്റിക്കാനായിട്ട് അവൾക്ക് സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്കും ആകെ സങ്കടമാവുന്നുണ്ട്. കൈകൾ കൂപ്പി ബാലചന്ദ്രൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഒന്നും അറിയാതെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്, ഞാനിതിൽ പെടുകയായിരുന്നു. ഇപ്പോഴാണ് ഇതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞത്. അത് വൈജയന്തിയോ അവളുടെ കുടുംബക്കാരോ ഒന്നും തുറന്ന് പറഞ്ഞതല്ല, ഞാൻ കണ്ടെത്തിയതാണ്. എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും പിന്നെ നിങ്ങളുടെ ആ ഒരു മകൾ വൈജയന്തിക്ക് ഒരു മകളുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയിരുന്നല്ലോ. ആ മകൾ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് അവളായിട്ട് ഓരോ കാര്യവും തുറന്ന് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലായത്. ഇതോടുകൂടി നമ്മുടെ സ്റ്റാൻലി ആകെ പതറി നിൽക്കുകയാണ്. എന്ത്, വൈജയന്തിയുടെ മകളോ? എന്നിൽ നിന്ന് വൈജയന്തിക്കുണ്ടായ മകളോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കൈകൾ കൂപ്പി നിൽക്കുകയാണ് സ്റ്റാൻലി.